കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ വിചാരണയ്ക്ക് മുന്നോടിയായുള്ള നടപടികൾ ഇന്ന് തുടങ്ങുകയാണ്. CPM നേതാക്കളായ MM വർഗീസ്, മുൻമന്ത്രി AC മൊയ്തീൻ എന്നിവരടക്കം ആകെ 83 പ്രതികളുണ്ട് കുറ്റപത്രത്തിൽ. തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചുവെന്നാണ് കേസ് വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. വിഷ്ണു, അപ്പോൾ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഗുരുതരമായി എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കരുവന്നൂർ കേസിലെ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതോടെ തന്നെ കാര്യങ്ങൾ ഗൗരവത്തിലായിരുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം മെയ്യിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിലാണ് CPM നേതാക്കളും CPIM പാർട്ടിയും ആ പ്രതികളായി വരുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്: 180 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഈ നേതാക്കൾ എല്ലാവരും കൂടി. വകമാറ്റി ലോൺ നൽകിയതുവരെ, അനധികൃത ലോൺ നൽകിയവരെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ 3 മാസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്ന് നേരത്തെ കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണയ്ക്ക് മുന്നോടിയായുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ഈ പ്രതികളായ ആളുകൾക്ക് സമൻസ് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അത് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നവർ കോടതിയിൽ ഹാജരാകണം. അതാണ് ഇന്നത്തെ നടപടി. പക്ഷേ പലരും വക്കീൽ മുഖേന കോടതിയിൽ ഹാജരാകുമെന്നാണ് നമുക്ക് വിവരം ലഭ്യമാകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അഭിഭാഷകർ മുഖേനയായിരിക്കും ഹാജരാകുക. 83 പ്രതികളാണ് ആകെ ഉള്ളത്. ഇതിൽ നേരത്തെ തന്നെ 128 കോടിയോളം രൂപ ഈ വിവിധ പ്രതികളിൽ നിന്നായി അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി വഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം അതിൽ കുറേയൊക്കെ പണങ്ങൾ നേരിട്ട് കൈമാറുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കരുവന്നൂർ കേസ് ഏറെ ചർച്ച ചെയ്ത, ഏറെ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ച ആ കേസിന്റെ വിചാരണ നടപടിയിലേക്ക് കടക്കുകയാണ്. CPIM-നും അതോടൊപ്പം LDF-നും ഒക്കെ ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നതിൽ ഒരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.